ഫ്രണ്ട്സ്, ഇൻഫോ വേൾഡ് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് കോയമ്പത്തൂരിൽ നിന്ന് കൊടൈക്കനാലിലേക്കുള്ള ഒരു യാത്രയാണ്. അപ്പോൾ പോകുന്ന വഴി അന്തിയൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. ഒരു കാറ്റാടി പാടമാണ് ഇവിടെ. അപ്പം അതിൻ്റെ കാഴ്ചകൾ കൊണ്ട് ഇന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു. വാ, കാണിച്ചു തരാം. നമ്മൾ കോയമ്പത്തൂരിൽ നിന്ന് കൊടൈക്കനാൽ പോകുന്ന വഴിയാണ്. പളനിയിലാണ് ഇപ്പം നിൽക്കുന്നത്. പളനിയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഫേമസ് ആയിട്ടുള്ളൊരു ടെമ്പിളുണ്ട്, മുരുകൻ ടെമ്പിൾ. അതൊരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ്. അപ്പം അതിൻ്റെ കാഴ്ചകളും കൂടെ നിങ്ങളെ ഞങ്ങൾ കാണിച്ചു തരാം. അങ്ങനെ ഇവിടുന്ന് വീണ്ടും ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. പോകുന്ന വഴിയൊക്കെ കാണാൻ നല്ല രസമുണ്ട്. അപ്പം ഈ സീനറി എല്ലാം കൂടെ ക്യാപ്ചർ ചെയ്ത് അതും കൂടെ നിങ്ങളെ കാണിക്കാമെന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ഓരോരോ സ്ഥലങ്ങളും കൂടെ ഞങ്ങളിങ്ങനെ കാണിക്കുന്നത്. ശരിക്കും ഇത്തരം ടൂറിസ്റ്റ് പ്ലേസസിലേക്കൊക്കെയുള്ള യാത്രകളിൽ പോകുന്ന വഴികൾ തന്നെ അത്ര മനോഹരമാണ്. ഈ യുക്കാലി മരങ്ങളും അതുപോലെ തന്നെ മലകളും കോടയും എല്ലാം തന്നെ വളരെ മനോഹരമാണ്. അതും ശരിക്കും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മളിപ്പോൾ മെയിൻ ഒരു സ്പോട്ട് എന്ന് പറഞ്ഞ് നമ്മൾ പോകുന്നതിലുപരി ഇത്തരം പോകുന്ന യാത്രകളും കൂടെ നല്ല രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്ത് പോകാൻ പറ്റും എന്നുള്ളതാണ് ഇത്തരം സ്ഥലങ്ങളിലേക്കുള്ള യാത്രകളുടെ സവിശേഷത. ശരിക്കും ഈ പോകുന്ന വഴിയൊക്കെ നോക്കി എന്ത് ഭംഗിയാണെന്ന് നോക്കി. ചെറിയ കോടയൊക്കെ ഉണ്ട്, നല്ല തണുപ്പുണ്ട് കേട്ടോ ഈ സമയത്ത്. മേൽപ്പള്ളം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മൾ കൊടൈക്കനാലിൽ പോകുന്ന വഴി ഒരു ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ് ഇവിടെ. അപ്പം നിർത്തിയപ്പോൾ ഇവിടെ നല്ല യുക്കാലി മരങ്ങളുടെ ഒരു നിര തന്നെയുണ്ട്. അതും കൂടെ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ശരിക്കും നേച്ചറിൻ്റെ ഭംഗി തൊട്ടറിഞ്ഞു പോകുന്ന പോലെയാണ് ഇത്തരം സ്ഥലങ്ങളിലൂടെയുള്ള യാത്രകൾ. ഞങ്ങൾ അവിടുന്ന് മുന്നോട്ട് നീങ്ങി പോകുന്ന വഴി ഞങ്ങളിതേ ഒരു വെള്ളച്ചാട്ടം കണ്ടു, അവിടെ നിർത്തിയേക്കുവാണ്. അപ്പം ഈ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. അങ്ങനെ ഇപ്പം നമ്മൾ നിൽക്കുന്നത് കൊടൈക്കനാൽ ലേക്കിലാണ്. ഇപ്പം മഴ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു അധികം ബോട്ടിങ്ങിനൊന്നും ആരെയും തന്നെ അങ്ങനെ കാണുന്നില്ല. പക്ഷേ ഉണ്ടായിരുന്നു, നമ്മളവിടെ അന്വേഷിച്ചപ്പോഴത്തേക്കും ഇവിടെ ബോട്ടിങ്ങൊക്കെ അവൈലബിൾ ആണ്. പക്ഷേ ഇന്നും മഴ ആയതുകൊണ്ടാണ്. കാരണം ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല രീതിയിൽ മൂടി നിൽക്കുവാണ്. അപ്പോൾ അതുകൊണ്ട് ബോട്ടിങ്ങൊക്കെ ഇപ്പം കുറച്ച് നേരത്തേക്ക് അവർ സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കുവാണ്. അതുകൊണ്ട് നമുക്ക് ബോട്ടിങ്ങിനൊന്നും പോകാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ വീണ്ടും അവിടുന്ന് പുറപ്പെട്ടു. ഞങ്ങൾ അടുത്ത റോസ് ഗാർഡൻ ലക്ഷ്യമാക്കി പോവുകയാണ്. ഇപ്പം നമ്മൾ ഗവൺമെൻറ്റിൻ്റെ റോസ് ഗാർഡനിലാണ് നിൽക്കുന്നത് കൊടൈക്കനാലിൽ. അടിപൊളി, ഇവിടെ നോക്കിയാൽ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഫ്ലവേഴ്സ് ഉണ്ട്. കൂടുതൽ കാഴ്ചകൾ നമുക്ക് ഉള്ളിലോട്ട് പോയി നിങ്ങളെ കാണിച്ചു തരാം. നല്ല അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ഫ്ലവേഴ്സ് ഉണ്ട് ഇവിടെ. കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട്. ആ മേളത്തെ കണ്ടു റെഡ് കളറിൽ നോക്കി, ആ റെഡും വൈറ്റും കോമ്പിനേഷനുമായിട്ട് അവിടെ ചേർത്ത് വെച്ചേക്കുക. നല്ല ഭംഗിയുണ്ട് കാണാൻ. കൊടൈക്കനാൽ വരുന്നവർക്ക് മസ്റ്റ് വാച്ച് ആയിട്ടുള്ളൊരു പ്ലേസാണിത്. കാരണം നിറയെ വെറൈറ്റി ആയിട്ടുള്ള ഫ്ലവേഴ്സ് അവരിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. റോസസ് മാത്രമല്ല, ഇത് റോസ് ഗാർഡൻ ആണെങ്കിൽ കൂടി റോസ് മാത്രം നിറയെ വെറൈറ്റി ഫ്ലവേഴ്സ് ഉണ്ട്. ശരിക്കും പൂക്കളും പൂന്തോട്ടങ്ങളും ഇഷ്ടപ്പെടുന്നവർ കുറേ ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട.
ഒരു കൊല്ലയായിട്ട് നോക്കി, ഈ കൊല്ലയിൽ തന്നെ നോക്കി എത്ര എണ്ണം ഉണ്ട് നോക്കി മുട്ടുകൾ. ആ മഴ ഞങ്ങളെ ചതിച്ചു. നമുക്ക് മൊത്തത്തിൽ അത് ഇങ്ങോട്ട് കവർ ചെയ്ത് എടുക്കാനൊന്നും പറ്റിയില്ല, ആസ്വദിക്കാനൊന്നും പറ്റിയില്ല. പകുതി ആയപ്പോഴത്തേക്കും തന്നെ മഴയായി. അങ്ങനെ മഴയൊക്കെ മാറി തോർന്നു. നമ്മളവിടെ നിന്ന് വീണ്ടും യാത്ര മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ കാണുന്ന ഈ സ്ഥലത്ത് സ്ഥിരമായിട്ട് പുലി വരാറുണ്ടെന്നാണ് ഇവിടുത്തെ ആളുകൾ പറയുന്നത്. ഈ ഏരിയയിൽ 1-2 ആദിവാസി കുടികളൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ അവരുമായിട്ട് സംസാരിച്ചപ്പോഴാണ് അവർ പറഞ്ഞത് കഴിഞ്ഞ ദിവസവും ഇവിടെ പുലി വന്നിരുന്നു എന്ന്. എന്തോ പൂജയും കാര്യങ്ങളും ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവരെ ഒന്നും ശല്യപ്പെടുത്താതെ നമ്മളധികം അവിടെ നിർത്തിയില്ല. വേഗം നമ്മൾ അവിടുന്ന് വീണ്ടും മുന്നോട്ട് പോയി. നമുക്കിന്ന് മന്നവനൂർ ആണ് നമ്മൾ സ്റ്റേ എടുത്തിരിക്കുന്നത്. ഒരു മഡ് ഹൗസിലാണ്. കിഡിലൻ പ്ലേസാണ്. അപ്പം നമുക്കിന്ന് ക്യാമ്പ് ഫയറും കാര്യങ്ങളും ഒക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്കിന്ന് അവിടെ എത്തിച്ചേരണത്. നോക്കി എന്ത് ഭംഗിയാണെന്ന് നോക്കി, കോടയൊക്കെ ഇറങ്ങി. ഇവിടുന്ന് പോകാൻ തോന്നില്ല, അത്രയ്ക്ക് നല്ല ഭംഗിയുണ്ട്. ഇങ്ങനെ നേച്ചറൊക്കെ കണ്ട് ആസ്വദിച്ച് പോകാൻ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് വലിയ ഇഷ്ടമാണ് ഇങ്ങനെ കോടയുടെ ഇടയിൽ കൂടെ ഒക്കെ ഇങ്ങനെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ കുറേ നേരം വണ്ടിയിൽ ഇങ്ങനെ ആസ്വദിച്ച് പോകാൻ ഭയങ്കര ഇഷ്ടം. എന്നെപ്പോലെ തന്നെ ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ പളനിമല വ്യൂ പോയിന്റിൽ എത്തിച്ചേർന്നു. ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ പളനി കാണാമെന്നുള്ളതാണ്. പക്ഷെ നമുക്കിപ്പോൾ കോടയൊക്കെ ആയിട്ട് അങ്ങനെ അത്ര വിസിബിൾ അല്ല. ഇവിടെ നിന്ന് കാണാൻ അത്രയ്ക്ക് അങ്ങോട്ട് പറ്റുന്നില്ല. നമ്മൾ മുമ്പ് വീഡിയോയിൽ കാണിച്ച ആ പളനി മുരുകൻ ടെമ്പിൾ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. പക്ഷേ ഇപ്പോൾ നമുക്ക് ടെമ്പിൾ കാണാൻ പറ്റിയില്ലെങ്കിൽ കൂടിയും ഈ കോടയൊക്കെ ഇറങ്ങിയിട്ടുള്ള ഇവിടുത്തെ ആ വ്യൂ ഇല്ലേ, അത് പറയാതിരിക്കാൻ വയ്യ, അത്രയ്ക്കും കിടിലനാണ്. അങ്ങനെ നമ്മൾ അവിടുന്ന് പുറപ്പെട്ട് ഏകദേശം നമ്മളുടെ സ്റ്റേ എടുത്തിരിക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരുവാണ്. മന്നവനൂർ എന്ന് പറഞ്ഞൊരു ഗ്രാമപ്രദേശത്താണ് സ്റ്റേ എടുത്തിരിക്കുന്നത്. അങ്ങനെ ഫൈനലി ഞങ്ങൾ സ്റ്റേ എടുത്തിരുന്ന മഡ് ഹൗസിൽ എത്തിച്ചേർന്നു. നല്ല കിഡ്ലൻ ആംബിയൻസ് ആണ് ഇവിടെ. നമുക്ക് വേണ്ടി അവർ ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡ് ആയിക്കോട്ടെ, ഞങ്ങൾ ആക്ച്വലി ഫുഡ് ഞങ്ങൾ ഇവരോട് പറഞ്ഞിരുന്നില്ലെങ്കിൽ കൂടി ഞങ്ങൾക്ക് വേണ്ടി അതെല്ലാം ഇവർ കരുതി വെച്ചിരുന്നു. അപ്പോൾ മന്നവനൂർ വരുന്നവർക്ക് ഇത് സ്റ്റേ ചെയ്യാൻ പറ്റിയൊരു കിഡിലൻ പ്ലേസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷനും കോൺടാക്റ്റ് ഇൻഫർമേഷനും എല്ലാം തന്നെ ഞാൻ നമ്മുടെ അടുത്ത വീഡിയോയിൽ ഞാൻ ഹോം ടൂർ പോലെ ഇത് ചെയ്യുന്നുണ്ട്. ഈ മഡ് ഹൗസ് അതിൻ്റെ ഡിസ്ക്രിപ്ഷനായിട്ട് ഞാൻ ആഡ് ചെയ്തേക്കാം. അപ്പം ഇവിടെ വരുന്നവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കിഡിലൻ എക്സ്പീരിയൻസ് ആണ്.